ഹലോ, മിഥുചേട്ടന്റെ ഒക്കെ ഫോണിൽ റേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. മിഥുചേട്ടന്റെ ഫോണും തരാവോ? എന്തിനാ? ഒരാളെ വളക്കാനാ. അല്ല, ഒരാളെ വിളിക്കാനാ. വേറെ ആരും അല്ല, എന്റെ ഹസ്ബൻഡ് പ്രകാശേട്ടൻ. പുള്ളി 2 ആഴ്ചയായിട്ട് ജോലി സ്ഥലത്താണ്. ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് പോയത്, ഇതുവരെ വന്നില്ല. ഈ പുതിയ വീട്ടിൽ താമസമായത് പിന്നെ എനിക്ക് എന്തോ പേടി ഒറ്റയ്ക്ക് ഇരിക്കാന്. ഫോണും തരാവോ? ഞാൻ വിളിച്ചാ പോരെ? അല്ല, വേണ്ട 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 വേണ്ട, തിരിച്ചു വിളിക്കുന്നുണ്ട്. അല്ല, അപ്പൊ ആൻസർ ചെയ്യുന്നില്ലേ? ഞാനൊരു 10-15 തവണ അങ്ങോട്ട് വിളിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ. അല്ല, അപ്പൊ കാര്യം സംസാരിക്കണ്ടേ? ഹലോ ഹലോ, എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുക? എന്താ നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് മറുപടി പറഞ്ഞാൽ എന്താ? പൊന്നെ, ഞാൻ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് മാത്രം എപ്പോഴും ജോലി ജോലി ജോലി. എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? എന്റെ പൊന്നെന്തെങ്കിലും കഴിച്ചോ? കഴിച്ചോ? നീ വാ തുറന്ന് പറയാൻ കഴിച്ചോ? എത്ര തവണ ഞാൻ കണ്ണടച്ച് കാണിച്ചു ഞാൻ കഴിച്ചില്ല 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 എന്നുള്ളത്? ഞാൻ വീഡിയോ കോളല്ലോ ചെയ്തേ, ഓഡിയോ കോളല്ലേ? നീ കണ്ണടച്ച് കാണിച്ചാൽ ദൂരെ നിന്ന് ഞാൻ അങ്ങനെ ഊഹിച്ചെടുക്കും. ഓ, ഞാൻ ദൂരെ നിന്ന് കാണിക്കുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പുറത്തെ ബിന്ദു അവളുടെ ബാത്റൂമിൽ നിന്ന് ഏത് സോപ്പിട്ടാ കുളിക്കുന്നതെന്ന് വരെ നിങ്ങൾ വ്യക്തമായിട്ട് പറയത്തില്ല എന്നോട്. അയ്യോ, അത് മണം കൊണ്ടല്ലയോ? മണം കൊണ്ടല്ല, നിങ്ങളുടെ കോണം കൊണ്ട്. ഇനി ഏത് സ്ഥലത്താണ് പോകുന്നെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകണം. മോളെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം ഞാൻ. മിസ് ചെയ്യും. നിന്നെ കൊണ്ടോ? ഞാൻ മിക്സിയുടെ കൊണ്ടുപോകണോ? മിക്സിയിലല്ലെന്ന്, മിസ് ചെയ്യും. ഞാൻ നാളെ തന്നെ ഗുരു. എന്റെ പൊന്നുമോള് സമാധാനത്തേക്ക് നമ്മുടെ ഡോവർമാനെ അഴിച്ചങ്ങോട്ട് വിട്. പട്ടിയെ ഞാൻ നേരത്തെ അഴിച്ചു വിട്ടായിരുന്നു. എന്റെ ജാക്കി ആരണ്ട് എറിഞ്ഞു. എന്റെ ജാക്കി ആരണ്ട് എറിഞ്ഞു. ജാക്കി ജാക്കി ജാക്കി. ഞാൻ എന്റെ ഡോബർമാനെ വിളിച്ചേക്കുന്നത്. ദൈവം നിൽക്കുന്ന ഒരു ഓൾഡ് മാൻ. അല്ല, നിങ്ങൾ എങ്ങനെ ഗേറ്റ് തുറന്നു? ഞാൻ അടച്ചതാണല്ലോ. ഞാൻ എന്റെ ഇടയ്ക്കൂടെ ഞൂഴ്ന്നിറങ്ങി ഇനി വരുമായിരുന്നു. എന്തിന്? ഇതിനത് പൂട്ടിയിട്ടത്. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്നെ വിളിച്ചാ പോരായിരുന്നോ? വിളിക്കാൻ വന്നപ്പോഴേ എന്നെ പട്ടി കടിക്കാൻ വന്നത്. അപ്പൊ നിങ്ങൾ പട്ടി എറിഞ്ഞല്ലേ? ആ പട്ടിയൊന്നും എറിഞ്ഞിട്ടില്ല. എറിയാതെ പട്ടി കരയുവോ? എന്നെ കടിക്കാൻ വന്ന് ഞാൻ പിടിച്ചൊരു കടി വെച്ചു കൊടുത്തു. എന്റെ പട്ടിക്ക് മാത്രമേ കടിക്കാൻ അവകാശമുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. വീട്ടിൽ ആരുമില്ല, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. നോക്കട്ടെ, അറിയാൻ വേണ്ടാ. മോളെ നന്നായിട്ട് അറിയാം. 5 ഇല്ലയോ? 5 10 പറഞ്ഞത്. 5 മോളല്ലയോ? അതെ. കുഴിക്കാട്ടെ ഗോപാലിന്റെ മോള്. അതെ അതെ അതെ. നിങ്ങൾ ആരാ? ഞാന് നിന്റെ ഭർത്താവ് പ്രകാശന്റെ ഇല്ലയോ? പ്രകാശന്റെ അമ്മയുടെ അമ്മാവനാണ് ഞാൻ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. മോള് കാണാൻ വഴിയില്ല. നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. അല്ല, ഞാൻ ജന്മനാട്ടിലില്ലായിരുന്നു. അമ്മാവൻ എവിടെയായിരുന്നു? ഞാൻ ഈ 100 പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുമല്ലായിരുന്നോ? അല്ല, അമ്മാവനാരാ കെട്ടിപ്പൊക്കിയത്? കെട്ടിപ്പൊക്കിയതല്ല പറഞ്ഞേ. ഞാൻ ഇങ്ങനെ നാട് മൊത്തം ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു. അങ്ങനെ കറങ്ങി വരുന്ന വരവാഞ്ഞത്. ശരി ശരി ശരി. പ്രകാശനെ ഇങ്ങോട്ട് വിളിക്കാൻ ഞാനൊന്ന് കാണട്ടെ മോളെ. അയ്യോ, പ്രകാശേട്ടൻ ഇവിടെ ഇല്ല, ജോലി സ്ഥലത്താ. എവിടെ? ഡെഡാഡൂട്ടില്. നാക്കൊന്ന് അടിച്ച് ഞാൻ തെറിച്ചു പോയനായിരുന്നല്ലോ. അമ്മാവനൊന്നും പറഞ്ഞ അറിയത്തില്ല. അറിയത്തില്ലെന്നോ? ഡെഡാഡൂടല്ല, ഡെറാഡൂൾ അങ്ങനെ വേണം പറയാൻ. പിന്നെ ഡെറാഡൂടി വെച്ചില്ലേ ഞാൻ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. ഡെറാഡൂടിലുള്ള ഒരാളെ. എന്നിട്ട് ഞാൻ നേരെ കൽക്കട്ടയ്ക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന ഒരാളെ പരിചയപ്പെട്ടു. കൽക്കട്ടക്കാരനെ എന്നല്ലേ പറയാൻ വരുന്നത്? ഞാൻ അവിടെ ചെന്ന് ആരെയും പരിചയപ്പെട്ടില്ല. അതെന്താ? കാരണം അവർക്കൊന്നും എന്നെ പരിചയമില്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെ നാട് മൊത്തം കറങ്ങി ഞാൻ ഇങ്ങനെ വന്നത്. ചുറ്റി പറഞ്ഞ ഇന്ത്യ മൊത്തം അമ്മാവൻ ചുറ്റി കറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ എന്നെ ചുറ്റിനും കിടന്ന് കറങ്ങുവോ? മനസ്സിലായി. പ്രകാശേട്ടൻ വരാത്തോണ്ട് എനിക്ക് എന്തോ പേടിയായിരുന്നു. എന്തായാലും അമ്മ വന്ന നന്നായി. അല്ല, മോൾ എന്തിനാ ഭയക്കുന്നത്? ആരെയാ ഭയക്കുന്നത്? എനിക്ക് ഈ ഭൂതത്തിനെ പ്രേതത്തിനെ ആത്മാവിനെ ഒന്നും ഒരു പേടിയില്ല. എനിക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഭയങ്കര പേടിയാ. ജീവിച്ചിരിക്കുന്ന മനുഷ്യര് മോളെ ആക്രമിക്കാൻ പറ്റത്തില്ല. അമ്മാവൻ കുറച്ച് അഭ്യാസ മുറകൾ മോളെ പഠിപ്പിച്ചു തരാം. അമ്മാവൻ അഭ്യാസമൊക്കെ അറിയാമോ? പിന്നെ എനിക്ക് ഒരുപാട് അടി അറിയാം. പൊറോട്ടടിക്കറിയോ? അടി നട അറിയാന്നാ പറഞ്ഞത്. അടി നട. എന്റെ പൊന്നമ്മാവ, ഞാൻ പ്രകാശേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്തെങ്കിലും അഭ്യാസം പഠിക്കാൻ വേണ്ട. പ്രകാശേട്ടൻ കേക്കത്തില്ല. നീ എന്തിനാ പഠിക്കുന്നത്? അതിനെക്കാളും കിടക്കുന്ന അഭ്യാസമല്ലേ ഇപ്പൊ കാണിച്ചത്? എന്തെങ്കിലും ഒന്ന് അഭ്യാസം കാണിച്ചതാ. അങ്ങനെ അഭ്യാസം പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മെയ്വഴക്കം വേണം. നമ്മൾ ആദ്യം കാണിക്കാതെ കാട്ടു മോള് പഠിക്കണം. അങ്ങനെ മോളം ചെയ്തേ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല. ഇപ്പോഴത്തുള്ള ആൾക്കാരെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. കണ്ടോ? ഇത് പഠിച്ചു നോക്കിക്കേ. നല്ല ആരോഗ്യം. അമ്മാവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്തുവാ? പഴയ ആഹാരത്തിന്റെ അത്. ചേട്ടാ, പഴങ്കഞ്ഞി കുടിച്ച ഇത്ര ആരോഗ്യം ഉണ്ടോ? പഴഞ്ഞല്ല പറഞ്ഞേ. പണ്ടത്തെ കാലത്തിന്റെ ആഹാരത്തിന്റെ പ്രത്യേകത ഏത്? അല്ല, പ്രത്യേകിച്ച് അമ്മാവൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ രാത്രിയിലെ? രാത്രി എനിക്ക് ഇത്തിരി പോലും കഞ്ഞി തന്നാ മതി. വെറും കഞ്ഞി മാത്രം മതിയോ? വെച്ച കലം കൂടി എടുത്തു. എന്താ? മകൻ അതുകൂടെ കുടിക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. ശരി. മോളെ, ഇവിടെ രാവിലെ എങ്ങനാ? സാധാരണ ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കും. ഉദിച്ചില്ലേ ഇവിടെ ബൊക്കെ എടുക്കും. അത്ര
അതല്ല അമ്മ പറഞ്ഞതേ ഈ രാവിലെ കഴിക്കാൻ എന്തോ ഉണ്ടാക്കുന്നത്? കഴിക്കാൻ ഞാൻ വല്ല ചപ്പാത്തിയോ നൂഡിൽസ് എനിക്ക് ഇഷ്ടമുള്ളതാ ഞാന്. അങ്ങനെയാണെങ്കിൽ അമ്മാവൻ രാവിലെ 6 മണിയാകുമ്പോ കഴിക്കും. ഓ, ഓ, ഓ. 6 മണി കഴിക്കും. അപ്പൊ അമ്മാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിലേ വായിലോട്ടിട്ട് അലിഞ്ഞു പോകുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരണം. എന്നാ 2-3 ഐസ് കേട്ടാരേ. വെളുപ്പാക്കാലത്ത് ഐസ് തന്നെ എനിക്ക് ഭ്രാന്താത്തു. അല്ലേ പറഞ്ഞത്. എന്തായാലും അമ്മാവന്റെ ഈ ശാഠ്യത്തിന് അമ്മായി കുറെ സഹിച്ചാണ്. അമ്മായിയോ? അമ്മാവന്റെ ഭാര്യ. അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? വൺവുഡാ? എന്താ ഒറ്റത്തടിയാ? കല്യാണം കഴിക്കാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് സൂഹിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ ചെന്നത്. പിന്നെ ഞാനങ്ങ് പോരാടുമായിരുന്നു. സൂഹിക്കാൻ വേണ്ടിട്ടോ? സൂഹിക്കാൻ വേണ്ടിയല്ല, അന്ന് ബ്രിട്ടീഷ് അധിനിവേശ കാലമാണ്. ബ്രിട്ടീഷ് പട്ടാളം എന്റെ നെഞ്ചത്തോട്ട് നോക്കി ചൂണ്ടിട്ട് ചോദിച്ചു, പറഞ്ഞു. അപ്പൊ ഞാൻ ആ മുഖത്തോട്ട് സൂക്ഷിച്ചങ്ങോട്ട് നോക്കി. അങ്ങനെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോയി. അറിയോ? പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ടല്ല, അങ്ങനെ മനസ്സിലായി കിഴങ്ങനെ ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന്. എന്റെ അപ്പൂപ്പന് ഇതുപോലായിരുന്നു. ചീരിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു പിരിച്ചു നിൽക്കുമായിരുന്നു. അയാൾക്ക് എന്തിന്റെ കേടായിരുന്നു? ഞങ്ങൾ പറഞ്ഞവര് കയറി നിൽക്കല് വെടിയുണ്ട് വന്ന് ദേഹത്തോളൂ എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരിൽ ഞങ്ങൾ വെച്ചിട്ട് കൃതറാന്ന് വെടി വെച്ചില്ലയോ. എന്നിട്ട് ഇപ്പൊ അപ്പൂപ്പൻ എന്ത് ചെയ്യേ? അപ്പൂപ്പനെ ഞങ്ങൾ ഞെല്ലയിൽ അടിച്ചേക്കോ കൊതു കയറാതിരിക്കാൻ വേണ്ടി. അത്ര ദ്രോഹമായിരുന്നില്ലയോ? ബ്രിട്ടീഷുകാർ അത്ര ദ്രോഹമായിരുന്നു. അങ്ങനെ ഒരു ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ വീടിന്റെ പടിക്കട്ട് വന്നിട്ട് അച്ഛനെ വെല്ലുവിളിക്കുക, കേശവ ഇറങ്ങി വേടാ ഞാൻ കൊല്ലുവന്ന്. ഞങ്ങളുടെ അച്ഛൻ ഇറങ്ങിച്ചല്ലോ. ഞങ്ങളുടെ അച്ഛൻ പോയില്ല. അതെന്താ? പിറ്റേ അമ്മാന്റെ കൂടെ കല്യാണമായിരുന്നു. അച്ഛന് ചത്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? അപ്പൊ കല്യാണത്തിന് പോകാൻ വേണ്ടി ഉള്ള ഒരേ ഒരു അണ്ടർവെയർ കഴി അതേ വിരിച്ചേക്കുമായിരുന്നു. അച്ഛൻ ഇറങ്ങി ചെല്ലാത്തിന്റെ ദേശത്തിന് ബ്രിട്ടീഷ് പട്ടാളം വന്നാണ് ആ നിക്കർ മൊത്തം വെടി വെച്ചങ്ങ് ഹോളാണ്. അച്ഛന് സഹിച്ചില്ല. അച്ഛൻ ഓടി വന്നിട്ട് ആ നെഞ്ചത്തോട്ട് ആ നിക്കർ എടുത്ത് വെച്ചിട്ട് പച്ചമണ്ണ് വരാകി ഏറ്റ രാകുവരാകുക. പച്ചമണ്ണ് വാരി നെഞ്ചത്ത് വെച്ച് ബ്രിട്ടീഷുകാരെ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അങ്ങ് സങ്കടമായി. അങ്ങനെ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ അച്ഛനൊരു ബ്രിട്ടീഷ് ജട്ടി സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ ഓട്ട വീഴുന്നപ്പോൾ അച്ഛൻ ആ ജട്ടി ഇട്ടോണ്ട് നടന്നു. ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് കപ്പലേ കയറി നിൽക്കുക. അച്ഛനങ്ങോട്ട് ഓടി ചെന്നിട്ട് ആ നിക്കറിഞ്ഞിട്ട് ഊരി കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിതേക്ക് ഒരു കോപ്പ് എനിക്ക് വേണ്ടാടാ എന്ന് പറഞ്ഞിട്ട് ഈ കീറി ചട്ടി എടുത്തിട്ട് കടലിലോട്ട് ഒരൊറ്റ ഏറ. ബ്രിട്ടീഷ് ക്യാപ്റ്റൻ അത് കണ്ടിട്ട് ഇന്ന് കരയുക. എന്നിട്ട് അങ്ങനെ ഒരു ഒറ്റ ചാട്ടം കടലിലോട്ട്. എന്നിട്ട് ആ ചാട്ടി ഇങ്ങോട്ട് പൊക്കിയെടുത്ത് അങ്ങനെ മുഖത്തെ സന്തോഷം കാണണമായിരുന്നു. ആ പഴയ നിക്കർ തിരിച്ചു കിട്ടിയതുകൊണ്ടായിരിക്കും. അതൊന്നല്ല, 2 ചാന്തക്കുള്ള മീനാനകത്ത് നിന്ന് കിട്ടി. കരഞ്ഞല്ല, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങണം. അവൻ അകത്തോട്ട് കയറി കിടക്കും. അകത്ത് കിടക്കത്തില്ല മോളെ, ഞാൻ ഇവിടെ തന്നെ കിടത്തോളാം. ഇവിടെ കിടന്ന കൊതു കടിക്കും. പട്ടയെ കടിച്ച എന്നെ ഒരു കൊതുവും കടിക്കത്തില്ല. അറിയാം മോളൊരു പായത്തുന്നത് അമ്പാനത്ത് കിടക്കാൻ വേണ്ടി. ഓ പഴയ കാലത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ തന്നെ ഭയമാവുകയാണങ്ങ്. ഓ അയ്യാ. ഓ വേണ്ട പായ. എനിക്ക് ഉറങ്ങാനാ, കിടന്ന് ഉണക്കാനല്ല. അമ്മാവനെ ഉറക്കത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. ആ ശരി ശരി ശരി. കൂർക്കം വരയ്ക്കുമ്പോ കോറസിനെ വിളിക്കാൻ വരണേ. അയ്യടാ, അയ്യോ എത്ര കാലമായി നടന്നു നടന്ന് കിടക്കാനും പറ്റത്തില്ല. ബ്രിട്ടീഷുകാരെ തോപ്പിച്ച എന്നെ നീ തോപ്പിക്കുന്നു. ഒന്ന് ഓർത്തട്ടെ, അമ്മാവൻ പറഞ്ഞ കഥ കേട്ടിട്ട് എനിക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഒരു രക്ഷയില്ല, ഉറക്കം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ അമ്മാവൻ പറഞ്ഞ ശരിയല്ലയോ? അവര് പണ്ട് കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും ഒക്കെ. എന്തോ എനിക്ക് ആ ബ്രിട്ടീഷുകാരുടെ കഥ ബാക്കിയും കൂടെ കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹം. യോ അമ്മാവൻ കിടന്നുറങ്ങുവാന്ന് പറഞ്ഞിട്ട് പോയോ? അമ്മാവാ അമ്മ ഇതിനകത്തായിരുന്നോ? ഇത് ഇങ്ങനല്ല, ഇത് വിരിച്ചു കിടക്കണമായിരുന്നു. അയ്യോ ബ്രിട്ടീഷുകാരെ പോരാടി തോപ്പിക്കാൻ എത്രയും പാടില്ലായിരുന്നു. ഇതിനോട് തോറ്റുപോയി മോളെ. ഞാൻ മോൾ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഉറങ്ങാൻ നോക്കി, പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. അമ്മാവൻ ബ്രിട്ടീഷുകാരുടെ കഥ പറഞ്ഞില്ലയോ, അതിന്റെ ബാക്കി ഒന്ന് പറയാമോ? ബാക്കി ഞാൻ എന്നെ എങ്ങനെ പറയും? എന്താ? എന്നെ ബ്രിട്ടീഷുകാർ എന്നെ വെടിവെച്ച് കൊന്നതല്ലയോ? ചേടാ പ്രകാശേട്ടന്റെ അമ്മാവനല്ലയോ? പിന്നെ അമ്മാവന്റെ ആത്മാവായി വന്നിരിക്കുന്നത്.